2 ഐസ്ക്രീം കഴിച്ചു. കുറേ വർഷത്തിന് ശേഷം യേശുദാസ് സാറ് പറയാറുണ്ടായിരുന്നു, ശോഭ തൊണ്ട നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കരുത്. പക്ഷേ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലും കാത്തിരിക്കും, എനിക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ഐസ്ക്രീമൊക്കെ കഴിച്ച ശബ്ദം എൻ്റെ ഇപ്പോൾ കുറച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാട്രിയറ്റ് സിനിമയിൽ ഞാൻ കണ്ടത് ശാന്ത ഗംഭീരമായിട്ട് ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോവുകയും സിനിമ ഏതാണ്ട് ഒരു പകുതിയാവുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഒരു കെട്ടകെട്ടാ വരവുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേർ അകത്ത്, ബാക്കിയുള്ളവർ പുറത്ത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡറായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അകത്ത് പോയത് ചില്ലറക്കാരാണോ? അകത്ത് ജയിച്ചു പോയിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മുൻ കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ 10 വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം വിജയിച്ചു. അതുപോലെ തന്നെ ഗോപൻ സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായിരുന്നു നിരവധി വർഷക്കാലം. അതുപോലെ SNDP പ്രസ്ഥാനത്തിൻ്റെ യൂണിയൻ്റെ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച ആളായിരുന്നു. അവിടെ